ഒരുപാട് നാളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവി വ്ളോഗ്സിൽ അവിനാശം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ഇതേണക്ക് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിനാശ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഒടുവിൽ അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു അവിനാശ് നടന്നിരുന്നത്. നമ്മൾ പണ്ടത്തെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിനാശ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശരീരമൊക്കെ നല്ല രീതിയിലുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെയായിരുന്നു ഒരുപാട് നാൾ താനുണ്ടെങ്കിൽ ഒരുപാട് ഡിപ്രഷനിലൂടെ, അതോടെ തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെ, അതോടെ തന്നെ ഒരുപാട് ഇതേണക്ക് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഉള്ളൊരു സ്റ്റേജിൽ എത്തിയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇപ്പം താനുണ്ടെങ്കിൽ പുതുതായിട്ടുള്ളൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഇനിയുണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കത്തില്ല, താനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിനാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കഥ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. നമ്മൾ ആദ്യം തൊട്ടേ അവരുടെ ചാനലൊക്കെ കാണുന്നവരാണ്. ഇതേ കണക്ക് ഈ അവിനാശ് പലവട്ടം ഉണ്ട് ഇതേ കണക്ക് ആ പെൺകുട്ടിക്ക് ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്, പല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം കൊണ്ട് ഇങ്ങനത്തെ ഉള്ളൊരു ഗതി വന്നു. അവസാനം ഉണ്ട് ഇത് കണക്ക് ഡിവോഴ്സിന് തന്നെ ചോദിച്ചത് അവിനാശാണ്. പക്ഷേ കുറേ നാളുണ്ട് ഇതിനെ വേണ്ടി അലയിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒടുവിലുണ്ട് ഈ ഫസ്റ്റ് ഇറങ്ങി തന്നെ ഉണ്ട് ഇത് കണക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചെയ്യുക, അതാണ് മെയിനായിട്ട് വേണ്ടത്.